നമസ്കാരം. CPM-ൽ നിന്നും തഴയപ്പെടുന്ന നേതാക്കളുടെ കൂട്ടത്തിലാണ് മുതിർന്ന നേതാവായ സുരേഷ് കുറുപ്പ്. പാർട്ടി തന്നെ ഒതുക്കാനായി ശ്രമിക്കുന്നതിന്റെ അമർഷത്തിലായിരുന്നു അദ്ദേഹം. ഇത്തരം ചില കാര്യങ്ങളിലെങ്കിലും തുറന്നു പറച്ചിലുകൾക്ക് അദ്ദേഹം തയ്യാറെടുക്കുകയാണിപ്പോൾ. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്തെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് കുറുപ്പ് ഇപ്പോൾ രംഗത്തെത്തുന്നത്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും കണ്ടെടുത്ത കോട്ടയത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് തന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എടുത്തതായിരുന്നുവെന്നാണ് സുരേഷ് കുറുപ്പ് ഇപ്പോൾ വെളിപ്പെടുത്തിയത്. ഇത് പോലീസ് തൊണ്ടി മുതലായി രേഖപ്പെടുത്തിയ വസ്തുവാണ്. കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയത്. TP-യുമായി ഉറ്റ സൗഹൃദമാണ് ഉണ്ടായിരുന്നത് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. മകന്റെ വിവാഹത്തിന് TP-യെ ക്ഷണിച്ചിരുന്നുവെന്നാണ് കുറുപ്പ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോഴിക്കോട് MLA ആയിരുന്ന പ്രദീപ് കുമാറിന്റെ വീട്ടിൽ വെച്ച് ഫോണിൽ വിളിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ ഒരുപാട് തമാശകൾ പറഞ്ഞ് ചിരിച്ചു. മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. വരുമെന്ന് തന്നെയായിരുന്നു സ്നേഹപൂർവ്വമുള്ള മറുപടി. പിന്നെ ഒരു ദിവസം രാവിലെ പത്രം എടുത്തു നോക്കുമ്പോൾ ഈ കൊലപാതക വാർത്തയാണ് കാണുന്നത്. ഞാൻ തളർന്നിരുന്നു പോയി. അന്ന് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പോകാനായില്ല. ചന്ദ്രശേഖരനുമായി അടുപ്പമുള്ള താനും S. ശർമ്മയും ഒന്നും തിരിഞ്ഞു നോക്കിയില്ല എന്ന് KK രമ എവിടെയോ പ്രതികരിച്ചതായി അറിഞ്ഞു. CP ജോണിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പിന്നീട് ഞാൻ കുടുംബസമേതം തിരുവനന്തപുരത്ത് വന്നു. എഴുത്തുകാരനായ S. ഗോപാലകൃഷ്ണനുമായി ഞാൻ സംസാരിക്കുന്നതിനിടെ രമ അവിടെ ഒരു ഭാഗത്ത് സൈമൺ ബ്രിട്ടോയോട് സംസാരിച്ചു നിൽക്കുന്നുവെന്നും അച്ഛൻ പോയി കാണുന്നില്ലേ എന്നും മകൻ ചോദിച്ചു. ഉടൻ ഭാര്യയെയും മക്കളെയും കൂട്ടി ഞാൻ രമയുടെ അടുത്ത് ചെന്നു. രമയെ കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി എന്നും കുറിപ്പ് പറഞ്ഞു. ചന്ദ്രശേഖരന്റെ കൊലയിൽ അത്രമാത്രം ഹൃദയവേദന അന്നും ഇന്നും തനിക്കുണ്ട് എന്ന് സുരേഷ് കുറുപ്പ് പറയുന്നു. തന്റെ മകന്റെ വിവാഹത്തിന് വരാൻ തീരുമാനിച്ചാണ് അവൻ ടിക്കറ്റ് എടുത്തത്. കൊല്ലപ്പെട്ടപ്പോൾ ഷർട്ടിന്റെ പോക്കറ്റിൽ കണ്ട ആ ട്രെയിൻ ടിക്കറ്റ് പോലീസ് തൊണ്ടിയായി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നും അതോർക്കുമ്പോൾ ദുഃഖമടക്കാനാകുന്നില്ല എന്നും കുറുപ്പ് പറഞ്ഞു. CPM കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് കാട്ടി സുരേഷ് കുറുപ്പ് ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകിയത് 2022-ലാണ്. സീനിയർ അംഗമായ തന്നെ നിരന്തരം തഴയുന്നതിലുള്ള വിഷമമായിരുന്നു ആ കത്തിന് പിന്നിൽ. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായി പറഞ്ഞിരുന്നുമില്ല. ഈ കത്ത് ആയുധമാക്കിക്കൊണ്ട് ഇത്തവണ പുറത്താക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ സംസ്ഥാന നേതൃത്വത്തിലെ ചിലർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് സൂചന. മന്ത്രി VN വാസവനാണ് ഇതിന് പിന്നിൽ എന്ന വാദവും സജീവമാണ്. കോട്ടയത്തെ CPM-നെ ഇപ്പോൾ നയിക്കുന്നത് വാസവനാണ്. വാസവൻ കോട്ടയത്തെ പ്രധാനിയായതിനു ശേഷമാണ് എല്ലാ അർത്ഥത്തിലും സുരേഷ് കുറുപ്പ് അവഗണിക്കപ്പെട്ടത്. സുരേഷ് കുറുപ്പിനുള്ള ജനകീയ പരിവേഷമായിരുന്നു ഇതിനെല്ലാം തന്നെ കാരണം. അതുകൊണ്ട് തന്നെ സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കുന്നതും ഒരു വെട്ടിനിരത്തൽ തന്നെയാണ്. എന്നാൽ സംഭവിച്ചത് എന്താണ് എന്ന് ഇപ്പോൾ പറയുകയാണ് സുരേഷ് കുറുപ്പ്. പാർട്ടിയിൽ നിന്നും അവഗണനയുണ്ടായി എന്ന് പറയാതെ പറയുകയാണ് കോട്ടയത്തിന്റെ മുൻ MP. തന്നെക്കാൾ വളരെ ജൂനിയറായവരെ പാർട്ടിയുടെ ഉപരിഘടകങ്ങളിൽ ഉൾപ്പെടുത്തിയത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അതുകൊണ്ടാണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടത് എന്നും CPM നേതാവ് K. സുരേഷ് കുറുപ്പ് തുറന്നടിച്ചു. എന്തുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി പോലുള്ള ഘടകങ്ങളിൽ തന്നെ പരിഗണിക്കാതിരുന്നത് എന്ന് അറിയില്ല. എന്തെങ്കിലും അയോഗ്യത തനിക്കുണ്ടാകാം. ആ സാഹചര്യത്തിൽ നിലവിലുള്ള ഘടകത്തിൽ നിന്ന് കൂടി മാറുക എന്ന വഴിയെ തനിക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂവെന്നാണ് സുരേഷ് കുറുപ്പിന്റെ പരസ്യ നിലപാട്. മന്ത്രിയോ സ്പീക്കറോ ആകാൻ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാവർക്കും ആ പദവികളിലേക്ക് വരാൻ കഴിയുകയുമില്ല. പല പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ ഈ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നല്ല രീതിയിലുള്ള ബന്ധമാണ് ഉള്ളത്. എന്നാൽ VS എടുത്ത നിലപാടുകളോട് യോജിപ്പുണ്ടായിരുന്നു. VS വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കാനൊന്നും താല്പര്യപ്പെട്ടിരുന്നില്ല. നല്ല മുണ്ടും ഷർട്ടും ധരിക്കുന്നത് തന്റെ വ്യക്തിപരമായ ശൈലിയാണ്. പൊതുപ്രവർത്തകർക്ക് വൃത്തിയും വെടിപ്പും വേണമെന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. സുഖിമാനാണ് എന്ന വിമർശനം താൻ ഇരിക്കുന്ന കമ്മിറ്റിയിൽ ആരും തന്നെ പറഞ്ഞിട്ടില്ല. പാർട്ടി നേതൃത്വവും ആ അഭിപ്രായം ഉന്നയിച്ചിട്ടില്ല. എല്ലാവരോടും സൗഹൃദത്തോടെ പെരുമാറുന്നതാണ് തന്റെ രീതി. പാർട്ടിയുടെ സാധാരണ അംഗമായി ഇനി തുടരും. രാഷ്ട്രീയം ഉപേക്ഷിക്കില്ല എന്നും സുരേഷ് കുറുപ്പ് പറഞ്ഞു. സമാനതകളില്ലാത്ത രാഷ്ട്രീയ യാത്രയായിരുന്നു സുരേഷ് കുറുപ്പിൻ്റേത്.
8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ KSFിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് എത്തി. പല സ്ഥാനങ്ങൾ വഹിച്ചു. 35 വർഷക്കാലമായി CPM ജില്ലാ കമ്മിറ്റിയിലുമുണ്ട്. ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തപ്പോൾ 1993 ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിന്നു. 2ാം തവണ കോട്ടയത്ത് നിന്ന് MP ആയതോടെ 98 വീണ്ടും ജില്ലാ കമ്മിറ്റിയിലെത്തി. 4 തവണ കോട്ടയം MPയും 2 തവണ ഏറ്റുമാനൂർ MLAയുമായി. 35 വർഷം ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടും CPMന്റെ സംസ്ഥാന സമിതിയിലെത്താത്ത അപൂർവം നേതാവാണ് സുരേഷ് കുറുപ്പ്. VS അച്യുതാനന്ദനോടായിരുന്നു താൽപര്യം. ഈ താൽപര്യം തന്നെയാണ് പിണറായി വിജയനിലേക്ക് പാർട്ടി എത്തിയപ്പോൾ സുരേഷ് കുറുപ്പിനെ തഴയാനുള്ള കാരണവും. അതീവ തന്ത്രപരമായിട്ടാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുകൂടി സുരേഷ് കുറുപ്പിനെ പുറത്താക്കുന്നത്. ഇനി സുരേഷ് കുറുപ്പിന് ഒരു സുപ്രധാന പദവികളും നൽകില്ല എന്നാണ് CPMൽ നിന്നും ലഭിക്കുന്ന സൂചന. എന്തായാലും ഈ സാഹചര്യത്തിൽ രമയെക്കുറിച്ചും TPയെക്കുറിച്ചുമുള്ള കുറിപ്പിന്റെ ഈ ഓർമ്മ പുതുക്കലുകൾ സൂചിപ്പിക്കുന്നത് സുരേഷ് കുറുപ്പിന്റെ ഒരു പാർട്ടി മാറ്റമാണ് എന്ന് കരുതിയാലും തെറ്റു പറയാൻ കഴിയില്ല. ആത്മമിത്രം കൂടിയായ TPയുടെ ഓർമ്മകൾ ജ്വലിക്കുന്ന RMPയിലേക്ക് സുരേഷ് കുറുപ്പ് എത്തിയാൽ അത് RMP എന്ന പാർട്ടിയുടെ തന്നെ വലിയൊരു നേട്ടമായി മാറും.